തൽക്കാലത്തെ ചിന്തയ്ക്കായിട്ട് മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 17 മുതൽ ഉള്ള വേദഭാഗങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ താല്പര്യപ്പെടുന്നു. മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 17 മുതൽ 27 വരെയുള്ള വാക്യങ്ങളാണ്. എല്ലാം വായിക്കാൻ നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് ജസ്റ്റ് ഞാൻ പറയാനായിട്ട് താല്പര്യപ്പെടുന്നു. നിങ്ങളുടെ കയ്യിൽ വേദപുസ്തകം ഉണ്ടെങ്കിൽ ആ ഭാഗങ്ങളെടുത്ത് നിങ്ങൾക്ക് വായിച്ച് ധ്യാനിക്കാവുന്നതാണ്. ഇവിടെ നമുക്ക് യേശു കർത്താവ് ഒരു അൺക്ലീൻ സ്പിരിറ്റ് അല്ലെങ്കിൽ ഒരു അശുദ്ധാത്മാവ് ബാധിച്ച ഒരു ആൺകുട്ടിയെ സൗഖ്യമാക്കുന്നതിനെ കുറിച്ചാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. ഹല്ലേലൂയ. അതായത് തന്റെ ശിഷ്യന്മാർക്ക് ആ കുട്ടിയിലുള്ള ആ അശുദ്ധാത്മാവിനെ അല്ലെങ്കിൽ ആ ഭൂതത്തെ പുറത്താക്കാൻ കഴിയാതെ ആ കുട്ടിയുടെ പിതാവ് വളരെ നിരാശനായിട്ട് യേശുവിന്റെ അടുക്കലോട്ട് വന്നിട്ട്, കർത്താവേ അങ്ങേക്ക് കഴിയുമെങ്കിൽ ഈ കുഞ്ഞിനെ ഒന്ന് സൗഖ്യമാക്കണമേ എന്ന് വളരെ കർത്താവിനോട് പറയുന്നതായിട്ടൊരു വേദഭാഗമാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. സ്തോത്രം. പല പുരുഷാരൊക്കെ അവനെ കണ്ട് ഭ്രമിച്ച് വർണ്ണിച്ച് അങ്ങനെ കാര്യം ദൈവം അത്ഭുതങ്ങളെ ചെയ്തുകൊണ്ട് വരിക, അതിശയങ്ങൾ ചെയ്തുകൊണ്ട് കർത്താവ് ഇങ്ങനെ നടക്കുക തന്റെ പരസ്യ ശുശ്രൂഷയുടെ സമയത്ത്. അപ്പൊ ആ ഒരു സമയത്താണ് ശിഷ്യന്മാര് പോയിട്ട് ശിഷ്യന്മാരുടെ അടുത്ത് ഈ കേസ് എത്തിയിട്ട് ശിഷ്യന്മാർക്ക് ആ കേസ് ഡീല് ചെയ്യാൻ കഴിഞ്ഞില്ല. സ്തോത്രം. അങ്ങനെ സത്യത്തെ ശിഷ്യന്മാര് അല്പം നിരാശപ്പെട്ടൊക്കെ ഇരിക്കുന്ന ഒരു സമയമാണ്. പെട്ടെന്ന് ഈ കുട്ടിയുടെ അപ്പൻ, ഹല്ലേലൂയ, കാരണം ആ അപ്പനാണല്ലോ ഏറ്റവും കൂടുതൽ വേദനയാണ്, കുഞ്ഞ് സൗഖ്യമാകണം, കുഞ്ഞ് വിടുവിക്കപ്പെടണമെന്ന്. സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. അതാ ഞാൻ ചിന്തിക്കുക, ആ ശിഷ്യന്മാര് വന്ന് കർത്താവിന്റെ അടുക്ക കാര്യം പറയുന്നില്ല. ആ സമയത്ത് കർത്താവ് ഇങ്ങനെ ഒരു കേസ് ഞങ്ങൾക്ക് കഴിഞ്ഞില്ല എന്ന് പറയുന്നില്ല. പക്ഷെ അപ്പം വീണ്ടും കർത്താവിനെ കണ്ടപ്പോൾ ഹല്ലേലൂയ വീണ്ടും ആ മകനുമായിട്ട് കർത്താവിന്റെ അടുക്കൽ വരികയാണ്. സ്തോത്രം. അവന്റെ കർത്താവിന്റെ അടുത്ത് വന്ന് പറഞ്ഞു, എവിടെ വെച്ച് കണ്ടാലും തീയിലും വെള്ളം കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പൊ അവൻ അതിനകത്തോട്ട് വീഴുന്നു, അവൻ പല്ല് കടിച്ച് വരണ്ടു പോകുന്നു. അവൻ കടന്നു പോകുന്ന ആ ഒരു പ്രത്യേക ആയിട്ടുള്ള ഒരു പൈശാചിക ഒരു ഡിമോണിക് അറ്റാക്കിനെ കുറിച്ച് അവിടെ പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം അത് കേട്ടപ്പോൾ കർത്താവ് പറയുന്ന ഒരു കാര്യമാണ്, അവിശ്വാസമുള്ള തലമുറയെ എത്രത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും, എത്രത്തോളം നിങ്ങളെ പൊറുക്കും, അവൻ എന്റെ അടുക്കൽ കൊണ്ടുവരും എന്ന് പറഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ പറഞ്ഞ ശേഷം അടുത്ത വാക്യത്തിലോട്ട് വരുമ്പോൾ അവിടെ കാണാൻ സാധിക്കുന്നത്, അവർ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവനെ കണ്ട ഉടനെ ആത്മാവ് അവനെ ഇഴച്ച് അവൻ നിലത്ത് വീണ് നുരച്ചുരണ്ടു. ഹല്ലേലൂയ. കർത്താവിനെ കണ്ട പാടെ, സ്തോത്രം, അശുദ്ധാത്മാവിന് നിൽക്കാൻ കഴിയുന്നില്ല. ദൈവിക പ്രസൻസിലോട്ട് വരുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ദൈവമക്കളെ. സ്തോത്രം. കർത്താവിന്റെ സാന്നിധ്യത്തിലോട്ട് വരുമ്പോൾ ഒരു ദുഷ്ടശക്തിക്ക് അവിടെ നിൽക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. കർത്താവിന്റെ പ്രസൻസിലോട്ട് ആ ടെറിട്ടറിയിലോട്ട് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ദുഷ്ടശക്തിക്ക് നിൽക്കാൻ കഴിയത്തില്ല. അപ്പൊ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? സ്തോത്രം. ആ പ്രസൻസിന്റെ അനിവാര്യത അവിടെ കാണിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഇത് കർത്താവിനെ കണ്ട ഉടനെ ആത്മാവ് അവനെ ഇഴച്ചു, അവൻ നിലത്ത് വീണ് നുരച്ചുരട്ടു. അപ്പൊ കർത്താവ് ചോദിച്ചു, എത്ര കാലമായിട്ട് അവന് ഈ പ്രശ്നമുണ്ട്? സ്തോത്രം. അപ്പോൾ അവര് പറഞ്ഞു, ബൈ ബർത്ത്, ജന്മന അവൻ ഇങ്ങനെ ഉണ്ടെന്ന് പറയാൻ സാധിച്ചു, പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ അപ്പൊ പെട്ടെന്ന് അപ്പം പറയുന്ന ഒരു കാര്യം വേണ്ട, ഹല്ലേലൂയ, നിന്നാൽ വലുതും കഴിയുമെങ്കിൽ മനസ്സറിഞ്ഞ് ഞങ്ങളെ സഹായിക്കണേ. അതായത് ആ അപ്പൻ അവിടെ പറയുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച്, അപ്പന് വിശ്വാസത്തോടുകൂടിയുള്ള പറച്ചിലായിരുന്നു അത്? ഒരിക്കലുമല്ല. നിന്നാ കഴിയുമെങ്കിൽ, നിനക്കെങ്കിലും കഴിയുമെങ്കിൽ ആ കുഞ്ഞിനൊന്ന് സൗഖ്യമാക്കണം. സ്തോത്രം. അപ്പൊ കർത്താവ്, ഹല്ലേലൂയ, ഞാനിങ്ങനെ ചിന്തിക്കുക, കർത്താവ് മനസ്സിലൊന്ന് പുഞ്ചിരിച്ചിട്ട് അവനോട് പറഞ്ഞതാ, നിന്നാ കഴിയുമെങ്കിലെന്നോ വിശ്വസിക്കുന്നവൻ സകലവും കഴിയും. അവന്റെ അവിശ്വാസത്തെയാണ് കർത്താവ് സത്യത്തിൽ അവർ അഡ്രസ് ചെയ്യുന്നത്. സ്തോത്രം. പലപ്പോഴും നമ്മളൊക്കെ കർത്താവിന്റെ സന്നിധിയിൽ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അല്ലെങ്കിൽ ദൈവസന്നിധി വിഷയങ്ങളെ കൊടുക്കുകയും കഴിയുന്നത് ഈ ഒരു അപ്പന്റെ ഹൃദയമായിട്ട് മനസ്സിലായി. അതായത് പൂർണ്ണമായിട്ടുള്ളൊരു വിശ്വാസം ഇല്ലാതെ. ഹല്ലേലൂയ. നമ്മൾ ഇങ്ങനെ ചിന്തിക്കും, അവിടെ എന്തെങ്കിലുമൊക്കെ സാധ്യതകളുണ്ടെങ്കിൽ നമുക്ക് വിശ്വാസവുമുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്ന വിശ്വാസം അതല്ല. ദൈവം ആഗ്രഹിക്കുന്ന ഒരു സാധ്യതയും ഇല്ലാത്തപ്പോഴും എന്റെ യേശുവിനാൽ കഴിയും. ഹല്ലേലൂയ. ആ വിശ്വാസത്തിന്റെ പുറത്താണ് ദൈവം പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ. എന്തെങ്കിലുമൊക്കെ ഒരു ബേസ് ഉണ്ടാക്കി ഇട്ടിട്ട് അതേ കർത്താവ് ഇവിടെ ഇനിയിപ്പോ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോസിറ്റീവ് സൈൻ കാണുമ്പോൾ ഓക്കെ, അല്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവൻ ചർച്ചിൽ കടന്നു വരാൻ തുടങ്ങി, അല്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവർ സ്നാനപ്പെട്ടു, അല്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവർ അങ്ങനെ ചെയ്തു, അങ്ങനെ ഒരു പോസിറ്റീവ് ചേഞ്ചസ് കണ്ടുകൊണ്ട് പലപ്പോഴും നമ്മൾ ഇനിയിപ്പോ ദൈവം തൊടും. അങ്ങനെയല്ല. സ്തോത്രം. ദൈവത്തിന് അസാധ്യമായിട്ട് ദൈവത്തിന് എങ്ങനെയും പ്രവർത്തിക്കാം. ഹല്ലേലൂയ.
നമ്മൾ വിശ്വസിച്ചാൽ മതി. നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ മധ്യേ ഒരു സാധ്യത കാണാതിരിക്കുമ്പോഴും എന്റെ യേശുവിന് കഴിയുമെന്ന് നമ്മൾ വിശ്വസിക്കാൻ നാം തുടങ്ങുമ്പോൾ, നമ്മൾ അങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, സ്തോത്രം, യേശു ആ വിഷയത്തെ കൈകാര്യം ചെയ്യും. ഹല്ലേലൂയ. ആ വിശ്വാസത്തിനാ പ്രധാനം. അത് കർത്താവ് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു നിലവിളിയാ. ആ മനുഷ്യൻ കിടന്ന് നിലവിളിക്കാ. ബാലന്റെ അപ്പൻ ഉടനെ നിലവിളിച്ചു. കാരണം അവന് മനസ്സിലായി കർത്താവ് തൊരണ്ടെടുത്ത് തൊട്ടു. അവന്റെ അവിശ്വാസത്തെ യേശു തൊട്ടു എന്ന് അവന് മനസ്സിലായി കഴിഞ്ഞപ്പോ അവൻ പിന്നെ അവിടെ പറയുവല്ല ചെയ്ത്, അവൻ നിലവിളിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ആ നിലവിളി ദൈവത്തിൽ എത്തി കേട്ടോ. സ്തോത്രം. ഹല്ലേലൂയ. ചില നിലവിളികളാ ദൈവപ്രവൃത്തിയെ പെട്ടെന്ന് നമ്മൾ ലൈഫിൽ കൊണ്ടുവരും ദൈവമക്കളെ. ഹല്ലേലൂയ. ഇവിടെ നോക്കിയേ, കർത്താവേ ഞാൻ വിശ്വസിക്കുന്നു, എന്റെ അവിശ്വാസത്തിന് സഹായിക്കണമേ എന്ന് പറഞ്ഞു. അതുവരെ എങ്ങനെയും കാര്യം നടക്കണമെന്നൊരു ആഗ്രഹമുണ്ട്, നടക്കട്ടെ, ആ ഒരു ചിന്തയുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഉള്ള നിലവിളി എന്ന് പറഞ്ഞുണ്ടല്ലോ, എനിക്കിനി വേറെ ഒരു ശരണവുമില്ല, നിനക്ക് മാത്രമേ കഴിയൂ കർത്താവേ. ഹല്ലേലൂയ. ആ ഒരു നിലവിളി സ്വർണ്ണത്തെ പിടിച്ചു കുലക്കുന്നതായിരുന്നു കേട്ടോ. സ്തോത്രം. പെട്ടെന്ന്, സ്തോത്രം, ദൈവത്തിന്റെ എന്റെ അവിശ്വാസത്തിന് സഹായിക്കണമെന്ന് അവരൊറ്റ നിലവിളിയാ. കർത്താവേ എനിക്ക് അവിശ്വാസമുണ്ട്. ഹല്ലേലൂയ. പകൽക്കാലം ദൈവമക്കളെ ഞാൻ ഓർപ്പിക്കട്ടെ. ഹല്ലേലൂയ. എവിടെയെങ്കിലൊക്കെ വിഷയങ്ങളെ മറ്റേ പ്രാർത്ഥിക്കുമ്പോൾ ഇരുമനസ്സോടെ നാം പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ നിലവിളിക്കാൻ തയ്യാറാവും. ദൈവമേ, കർത്താവേ എന്റെ അവിശ്വാസത്തിന് സഹായിക്കണം. ഇന്ന വിഷയത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അങ്ങ് പ്രാർത്ഥിക്കുന്നില്ല കർത്താവേ. കർത്താവിന് കഴിയും, അല്ലെങ്കിൽ ദൈവത്തിനെ കഴിയുമെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുന്നില്ല. ഞാൻ മറ്റു പല സാധ്യതകളൊക്കെ നോക്കിയാണ് കർത്താവെ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ ആ പ്രാർത്ഥന നിർത്തിയിട്ട് കർത്താവിന് നിലവിളിക്കാൻ തയ്യാറാക്കി. കർത്താവ്, ഈ വിഷയം, ഹല്ലേലൂയ, ഇന്ന വിഷയം എന്റെ മുമ്പിൽ വന്നിരിക്കുന്നത് എന്റെ യേശുവിന് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാ. ഹല്ലേലൂയ. ഒരു സാധ്യതകൾക്കും കഴിയാത്ത ആ വിഷയത്തെ ഞാൻ അങ്ങയുടെ കരങ്ങളിൽ തരി കർത്താവെ. അങ്ങ് ഇതിലറിഞ്ഞ് പ്രവർത്തിക്കണം, അങ്ങ് ഈ വിഷയത്തിന് മതി അത്ഭുതം ചെയ്യണമെന്ന് നാം നിലവിളിക്കാൻ തുടങ്ങിക്കോ. ദൈവത്തിന്റെ മഹത്വം അവിടെ വെളിപ്പെടും. കർത്താവിന്റെ പ്രവൃത്തി അവിടെ ദൈവം വെളിപ്പെടുത്തി തരും. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ തന്നെ നമുക്കറിയാം. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശു കർത്താവ് അശുദ്ധാത്മാവിനെ നോക്കി ശാസിക്കാൻ ഇടയായി തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഊമനും ചെകിടനുമായ ആത്മാവേ, ഇവനെ വിട്ടുപോ, ഇനി അവനിൽ കടക്കരുത് എന്ന് പറഞ്ഞു. സ്തോത്രം. അല്ല, നിന്നെ കൽപ്പിക്കണമെന്ന് പറഞ്ഞ മാത്രയിൽ തന്നെ, സ്തോത്രം, അല്ല, കൂടെ ഇരുന്നവരൊക്കെ വിചാരിച്ചു അവന്റെ കാറ്റുപോയി. കാരണം അത്രമാത്രം പ്രകടനങ്ങളായിരിക്കാം ആ ഡിമോണിക് സ്പിരിറ്റ് അവിടെ ചെയ്തു കൂട്ടിയത്. ഹല്ലേലൂയ. നമ്മൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഒരു മനുഷ്യനെ ഭൂതമൊക്കെ വിട്ടു പോകുമ്പോഴുള്ള കാര്യങ്ങൾ. സ്തോത്രം. എന്നാൽ പക്ഷെ അവൻ മരിച്ച പോലെ വീണ് കിടന്നിട്ടുണ്ടാവാം. ആ സിറ്റുവേഷൻ ഒക്കെ വന്നു കാണാം. എല്ലാവരും വിചാരിച്ചു മരിച്ചുപോയെന്ന്. പക്ഷെ യേശു അവനെ കൈക്ക് പിടിച്ച് അവനെ എഴുന്നേൽപ്പിക്കാനായിട്ട് കാണാൻ ഇനി ഇവന്റെ മേൽ കടക്കരുതെന്ന് പറഞ്ഞ് ശാസിച്ച് അവനെ ലൈഫിലോട്ട് തിരിച്ചു കൊണ്ടുവരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതിനുശേഷം വീട്ടിൽ ചെന്ന ശേഷം ശിഷ്യന്മാര് സ്വകാര്യമായിട്ട് കർത്താവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. കർത്താവ്, എന്തുകൊണ്ട് ഞങ്ങൾ ട്രൈ ചെയ്ത, പക്ഷെ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് എന്തുകൊണ്ട് പോയില്ല? ഹല്ലേലൂയ. അപ്പൊ കർത്താവിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. പ്രാർത്ഥനയാൽ അല്ലാതെ ഈ ജാതി ഒന്നിനാലും പുറപ്പെട്ടു പോകുകയില്ല. ചില വിഷയങ്ങൾക്ക് ദൈവമക്കളെ, ഹല്ലേലൂയ, സ്തോത്രം, പ്രാർത്ഥന വളരെ ആവശ്യമാണ്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാതെ ചില വിഷയങ്ങളുടെ മധ്യേ നീക്കുപോക്ക് ഉണ്ടാകത്തില്ല. പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ, ദൈവസന്നിധിയിൽ നമ്മൾ ആ വിഷയമായിട്ടിരുന്ന്, ആ വിഷയം മാത്രമായിട്ടിരുന്ന് കർത്താവിന്റെ സന്നി കൊടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ മാത്രമേ ഹല്ലേലൂയ ചിലതിന്റെ ഈ വിഷയം എന്ന് പറയുമ്പോൾ ജന്മനാ തൊട്ടുള്ളത്, ഇന്നലെ ഇന്നോ അവന്റെ കൂടെ കൂടിയതല്ല. സ്തോത്രം. അവന്റെ ബ്ലഡ് ലൈനുമായിട്ട് അവന് ബന്ധമുണ്ടായിരുന്ന ഒരു വിഷയമാണ്. സ്തോത്രം. ഒരുപക്ഷെ അവന്റെ അമ്മയിലൂടെ, അപ്പനിലൂടെ ഒക്കെ, അല്ലെങ്കിൽ തലമുറകളിലൂടെ അവനോട് കടന്നു വന്നൊരു വൈശാചിക ശക്തിയുടെ വ്യാപാരമായിരുന്നിരിക്കാം. അങ്ങനെയുള്ള വിഷയങ്ങളുടെ മതി അത്രയും പ്രാർത്ഥന ആവശ്യമുണ്ട്. സ്തോത്രം. അപ്പൊ പ്രാർത്ഥന നിസ്സാരമായ കാര്യമല്ല. ചില വിഷയങ്ങൾക്ക് വേണ്ടി നമ്മൾ ഹല്ലേലൂയ 1-2 ദിവസം പ്രാർത്ഥിച്ച്, അല്ലെങ്കിൽ മാസങ്ങൾ പ്രാർത്ഥിച്ച്, അല്ലെങ്കിൽ ഒരുപക്ഷെ വർഷങ്ങൾ പ്രാർത്ഥിച്ചിട്ട് നടക്കാത്ത വിഷയങ്ങൾ ഉണ്ടാകാം. അത് നമ്മൾ വിട്ടുകളയരുത്. സ്തോത്രം. കാരണം പ്രാർത്ഥന പവർഫുൾ ആണ്. അത് ഇന്നല്ലെങ്കിൽ നാളെ അതിന് തീർച്ചയായിട്ടും മറുപടി ഉണ്ടാകും. ദൈവം ആ വിഷയത്തെ തൊടും. കാരണം ഓരോ ദിവസം പ്രാർത്ഥിക്കുമ്പോഴും നമ്മുടെ വിശ്വാസം വർദ്ധിക്കുക. പ്രാർത്ഥന നിർത്തുന്നുണ്ടെങ്കിൽ നമ്മൾ മടുത്തെന്ന് അർത്ഥം. പ്രാർത്ഥന കൂടുന്നുണ്ടോ? ചില വിഷയങ്ങളുടെ മധ്യേ നിങ്ങളുടെ പ്രാർത്ഥന കൂടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിശ്വാസം വർദ്ധിച്ചെന്നർത്ഥം. അങ്ങനെ വിശ്വസിക്കാൻ നാം ഇടയാകുമ്പോൾ ഹല്ലേലൂയ, ദൈവത്തിന്റെ പ്രവൃത്തി പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നാം അടുത്തുപോയി മാറ്റിവെച്ച ചില വിഷയങ്ങളെ കർത്താവിന്റെ സന്നിധിയിൽ എടുത്ത് പുതുക്കിയെടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കുക. ദൈവത്തിന് മാത്രമേ വിഷയത്തിന് മതി. എന്റെ കുടുംബത്തെ തൊടുവാൻ, എന്റെ പ്രിയപ്പെട്ടവരെ തൊടുവാൻ എന്റെ യേശുവിന് കഴിയും. എന്റെ യേശുവിന് മാത്രമേ കഴിയത്തുള്ളൂ. യേശുവിനോട് മാത്രമേ വിടുതലുള്ളൂ എന്ന് നാം തീരുമാനിച്ചു. കാരണം എല്ലാ വിഷയങ്ങളും മെഡിക്കൽ ആയിരിക്കത്തില്ല ദൈവമക്കളെ. ഹല്ലേലൂയ. എല്ലാ വിഷയങ്ങളും നമ്മൾക്ക് കൈകാര്യം ചെയ്യുന്ന തരത്തിലായിരിക്കത്തില്ല. പല വിഷയങ്ങളെ നമ്മൾ സ്പിരിച്വലി അഡ്രസ് ചെയ്യേണ്ടത് ആവശ്യമാണ്. സ്തോത്രം. അങ്ങനെയെങ്കിൽ
കർത്താവിന് കഴിയാത്തതായിട്ട് ഒരു കാര്യവുമില്ല. ദൈവത്തിൽ ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ അവിശ്വാസത്തെ സ്വർഗം സഹായിക്കാനായിട്ട് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കാം. എന്റെ അവിശ്വാസം ഏതെങ്കിലും വിഷയത്തിൽ ഉണ്ടെങ്കിൽ കർത്താവെ, ഇരുമനസ്സോടെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അതിൽ നീങ്ങിപ്പോകട്ടെ എന്നുകൂടെ നമ്മൾ പ്രാർത്ഥിക്കാൻ തയ്യാറായി. നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ മഹത്വം വിഷയത്തിന്റെ മധ്യ വെളിപ്പെടും. ഈ പകൽക്കാലം ഈ വചനങ്ങളാ ദൈവത്തിന്റെ ആത്മാവ്